ഇത് കിഴങ്ങ് പൊരിയാണ്. ഏറ്റവും സിമ്പിൾ സ്നാക്ക്. അമ്മ വന്ന് റെസിപ്പി പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിയാണ്. എന്ത് സാധനവും ഇങ്ങനെ സിമ്പിളായിട്ടായിരിക്കും മിക്കവാറും തുടങ്ങുക. എൻ്റെ അവിടെ നിന്ന് ഒരു യാത്ര തുടങ്ങും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ ഫിഷ് മാംഗോ കറിയുടെ കഥ പറയാം. പണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ജനറൽ മാനേജർ അവിടുത്തെ കുക്ക് ഭാസ്കരനോട് പറഞ്ഞു, കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ നമ്മുടെ മീൻ മുളകിട്ട് അതിൻ്റെ കുത്ത് പറ്റുന്നില്ല, ലേശൊന്ന് തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ 2 സ്പൂണ് പാൽ ആഡ് ചെയ്ത് അവർക്കൊക്കെ കുടിച്ചു. ഇത്തിരി ക്രീമിനെസ് ഉള്ള നല്ല പുളിയുള്ള മീൻ കറി. അതാണ് ആദ്യത്തെ ഫിഷ് മാംഗോ കറി. കാലാകാലങ്ങളായിട്ട് അതിനോട് കസ്റ്റമേഴ്സിനുള്ള താല്പര്യം കൂടി വന്നു. അപ്പോൾ അവിടുത്തെ ഷെഫുമാരും ആൾക്കാരൊക്കെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ആ ഇമ്പ്രൂവ് ചെയ്തപ്പോഴൊക്കെ അതിൻ്റെ റിച്ച്നെസ്സും തേങ്ങാപ്പാലും കൂടി വന്നു. അന്ന് നെസ്ലയുടെ മാഗിയുടെ മറ്റേ പാൽപ്പൊടിയൊന്നും ഇല്ല മാർക്കറ്റിൽ. പിന്നെ അത് വരാൻ തുടങ്ങി. നേരിട്ട് അതിടാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ പല വെറൈറ്റീസ് അവിടെ നിന്ന് ഇറങ്ങിയ ഷെഫുമാർ വേറെ പല റെസ്റ്റോറൻറ്റിലും ജോയിൻ ചെയ്ത് അവിടെ തുടങ്ങി. അങ്ങനെ ഓൾമോസ്റ്റ് ലോകം മുഴുവനുള്ള കേരള റെസ്റ്റോറൻറ്റിൽ ഫിഷ് മാംഗോ കറിയായി. വേറെ റെസ്റ്റോറൻറ്റുകൾ വേറെ പേരുകളിൽ സിമിലർ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സാധനം തുടങ്ങി. ഇന്നിപ്പോൾ അത് മേടിച്ചിട്ട് ഒരു അരമണിക്കൂർ വെറുതെ ടേബിളിൽ വെച്ചിട്ട് തൊട്ട് നോക്കിയാൽ ഒരുമാതിരി കോക്കനട്ട് ക്രീമിൽ തൊടുന്ന പോലെ ഉണ്ട്. എവിടുന്നാ തുടങ്ങിയ ഈ പാവം കിഴങ്ങ് പൊരി പോലെ സിമ്പിളായിട്ട് എവിടെ എത്തിയേ? മോഡേൺ ആവും തോറും ടെക്നോളജി നന്നാവും തോറും ഈ യാത്ര മനുഷ്യൻ്റെ നല്ലതിന് വേണ്ടിയാവണ്ടേ? കുഴപ്പമില്ല, ഇനി വരുന്ന തലമുറ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തകർക്കുമായിരിക്കും അല്ലേ?